നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നൗഫൽ അബ്ദുള്ള. പുള്ളി എഡിറ്ററാണ്, ആദ്യമായിട്ടാണ് സംവിധാനത്തിൽ വരുന്നത്. ഈ സിനിമ വടക്കൻ കേരളത്തിലെ നെല്ലിക്കാമ്പൊയിൽ എന്നുള്ള സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം, അവിടെ കുറച്ച് സുഹൃത്തുക്കൾ, ശരസഭ, അതുപോലെ റോഷൻ ഷാനവാസ്, പിന്നെ നമ്മുടെ മാത്യൂസ്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, വെള്ളമടി കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ സിനിമയിൽ ഈ പകൽ സമയം കാണിക്കുമ്പോഴൊക്കെ മൊത്തത്തിൽ ഒരു ഗ്രേ ഷെയ്ഡായിട്ടുള്ള ഒരു ഡള്ളായിട്ടിരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മന്ദത, ഒരു മങ്ങലി എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ശരിയായി. ഇവരുടെ ഇതൊക്കെ കാണിച്ച് പോവുകയാണ്. അതിൽ നമ്മുടെ മാത്യൂസിന് രാത്രി പേടിയാണ്, അതാണ് ഇത് സിനിമയിലെ നായകൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ പോയിട്ട് കുറച്ച് ഹൊറർ ഇമ്പാക്റ്റുള്ള സീനുകൾ വരുന്നുണ്ട്. ആ സമയത്ത് തിയേറ്ററിൽ നല്ല ഒരു ഇതുണ്ട്, സംഭവം കാണാനുള്ള സാധനങ്ങൾ, എസ്പെഷ്യലി ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ, വിക്കി, അതുപോലെ സൗണ്ട് മിക്സ് MR രാജകൃഷ്ണൻ, ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം എനിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ആ സൗണ്ടിങ് ഭയങ്കര കലയായിരുന്നു തിയേറ്ററിൽ കാണാൻ. ഉടനീളം ഈ പറഞ്ഞ ഹൊറർ സീനുകൾക്ക് വരുമ്പം ഈ കൊടുത്തിരിക്കുന്ന സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്. അതുപോലെ അതിൻ്റെ സിനിമാറ്റോഗ്രഫി അഭിലാഷ് ശങ്കർ ഗംഭീര വർക്കാണ്. ഡയറക്ടറിന് എഡിറ്റിങ്ങും ആ പാറ്റേണും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നൈറ്റ് ഷോട്ട്സൊക്കെ കിടുവായിരുന്നു. അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നവാബ് അബ്ദുള്ള. ഇത് 2002 നടക്കുന്നതാണ്. അപ്പോഴത്തെ ആ ഒരു കോസ്റ്റ്യൂംസ്, മറ്റേ പഫൊക്കെ വെച്ചിട്ടുള്ള ബ്ലൗസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ആർട്ട് കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. CGI അടിപൊളിയാണ്. റോണക് സേവിൻ്റെ മേക്കപ്പ് അടിപൊളിയാണ്. അതുപോലെ കല കിങ്സ്റ്റൻ്റെ ഫൈറ്റ്സ് കിടുവാണ്. അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, ആരാണ് എന്താണെന്ന് അറിയാതെ. ഇത് നമ്മുടെ കുറച്ച് ദിവസം മുമ്പേ ഇറങ്ങിയ ഒരു മലയാള സിനിമയായിട്ടൊക്കെ നല്ല സാദൃശ്യമുള്ള ഒരു പ്ലോട്ടാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അവിടെ ക്യാരക്ടേഴ്സിനെ കാണിച്ചു പോകുന്നു. അവിടെ ഈ ഹൊറർ പാട്ടല്ലാത്ത സമയം വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒരു ഏച്ചുകെട്ടൽ ഡയലോഗ്സിലായാലും ഒരു നാടകീയത ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഒട്ടും ഓർഗാനിക്കായിട്ട് തുടക്കത്തിലൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തത് ഈ ശരസഭ, റോഷൻ ഷാനവാസ്, ഇവരുടെ കുറച്ച് കോമഡികൾ. വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ രസമുണ്ടായിരുന്നു ഇവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മുടെ അബു സലീമുണ്ട്, റോണി ഡേവിഡുണ്ട്. ഇവരുടെയൊക്കെ കോമഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് റിവീലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് അടുത്തിന് പോവേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രേമം, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, നമ്മുടെ വാഴ സിനിമയിൽ ബോബൊക്കെ ചെയ്തു കുട്ടി, ഇതിൽ ശാലീന സുന്ദരിയായിട്ടുള്ള ഒരു ഗ്രാമീണ യുവതിയാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊരു പ്രേമം, എന്തോ ക്രിഞ്ചായിരുന്നു, ഒരു ഇതില്ലായിരുന്നു. പക്ഷെ അവളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അഭിനയം ഓക്കെ ആയിരുന്നു. പക്ഷേ ഒത്തില്ല ഈ പാർട്ട്. ഈ ഫസ്റ്റ് ഹാഫിൽ ഇത് വരുമ്പോഴേ തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലുള്ള ഒരു ലാക്ക് ഓഫ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് എവിടെ തെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, തിയേറ്റർ ഇമ്പാക്റ്റുള്ള സീനുകൾ സിനിമയിലുണ്ട്. സെക്കൻഡ് ഹാഫ് വന്നത് പിന്നെ ഈ കാണിച്ച പോലത്തെ സിറ്റുവേഷൻസ് തന്നെ വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം വേണ്ടേ? പടത്തിൻ്റെ കഥയ്ക്കൊരു ഗ്രോത്ത് വരുന്നില്ല, ഒരു മൊമെൻറ്റം ചേഞ്ച് സംഭവിക്കുന്നില്ല. നമ്മളിങ്ങനെ നോക്കുന്നു, ഹൊറർ എലമെൻറ്റ് വരുന്നു, ആ സീനൊക്കെ കൊള്ളാം, വീണ്ടും അതുപോലത്തെ വേറെ സാധനം വരുന്നു, എന്തിന് ഏതിന് ഇങ്ങനെ അങ്ങ് പോകണം. ഇങ്ങനെ ഒരു യാക്കും പോക്കില്ലാതെ ഈ പടത്തിൻ്റെ തിരക്കഥ ഇങ്ങനെ പോവുകയാണ്, നമ്മളും അതിൻ്റെ കൂടെ പോവുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫൈറ്റ് സീൻസൊക്കെ അവസാനം വരുന്ന സമയത്ത് അത് എടുത്തിരിക്കുന്നതും പിക്ചറൈസേഷനൊക്കെ തിയേറ്ററിൽ കാണേണ്ട സാധനങ്ങളുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല, അതുണ്ട്. അത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ബാക്കി സിനിമകൾ, ഇപ്പോൾ സുമതി വളവ് കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്കിതിൽ ഫീൽ ചെയ്ത്. അതുപോലെ നമ്മുടെ മാത്യൂസിൻ്റെ ഇത് ഓക്കെ ആയിരുന്നു പെർഫോമൻസൊക്കെ. പക്ഷേ ചില സമയത്ത് ഈ പേടിക്കുന്ന സമയത്ത് കുറച്ച് ഓവർ ആക്ടിങ്, നമ്മൾ ബ്രോമാൻസിൽ കാണുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ തുള്ളി ഇങ്ങനെയൊക്കെയുള്ള സാധനമുണ്ട്. എന്തിനാണ് അത്രയും ഒരു ആ ലെവലിലോട്ട് പോകണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ പടത്തിലും ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്, ഇതിലും അത് പലയിടത്തും ഉണ്ട്. എന്നാലും ബാക്കി സമയത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു. സെൻറ്റിമെൻറ്റ്സ്, പിന്നെ ഈ കാലഘട്ടത്തിലൊക്കെ ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമോ, അതൊരു അത്രയ്ക്കൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുള്ള കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രാമീണരൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയ സമയത്ത് വില്ലൻ്റെ ക്യാരക്ടർ അയാൾ പെർഫോം ചെയ്തിരിക്കുന്ന വിധം ഗംഭീരമായിരുന്നു. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, കിടുവായിരുന്നു. അവർക്ക് അതിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂമായാലും, കോസ്റ്റ്യൂം ഡിസൈനറുടെ കിടുവായിരുന്നു കേട്ടോ. കോസ്റ്റ്യൂം മെൽവിജെ അത് കിടുവായിരുന്നു, തോട്ടടിപൊളിയായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെറർ ഫീല് ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വില്ലൻ എന്തിന് ഏതിന് വേറെ എന്തൊക്കെ സാധനം, ഇതാരാണ് എന്താണ് ഒന്നുമില്ല, ചുമ്മാ അവൻ എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാവില്ല. അതിനൊന്നും ഒരു എൻഡിങ്ങും ഇല്ല, ചുമ്മാ ഇങ്ങനെ കാണിച്ചു പോകുന്നു, ഒരു പടം കണ്ട് സിനിമ തീർന്നു, ഓക്കെ എഴുതി പോയി എന്നുള്ളൊരു ഫീലായിപ്പോൾ ഈ സിനിമ. എന്നാൽ ഈ പടത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല, കാരണം അതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. ഇതിൽ തിയേറ്റർ ഇമ്പാക്റ്റുള്ള സീനുണ്ട്. പക്ഷേ കഥയ്ക്കകത്ത് ഒരു തേങ്ങയില്ലോ, ഒരു ഹാപ്പനിങ്സും ഇല്ലാത്ത ഒരു കഥ. എന്നാൽ അത് മേക്കിങ്ങിൽ പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഗ്രോത്ത് വേണ്ടേ? ഇപ്പോൾ വില്ലൻ ഇങ്ങനെ ഏതോ ഒരു വില്ലൻ, എന്തോ ഒരു സാധനം, എന്താണോ ഒരു പിടുത്തമില്ല. പിന്നെ വേറൊരു കോമഡി പീസ് പറയാറുണ്ട്, മെറിൻ ഫിലിപ്പ്.
വേറെ ഫിലിപ്പിനെ കാണിക്കുമ്പോൾ തന്നെ കോമഡിയാണ്, മുഖത്ത് ചുവന്ന ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് വരും. എന്ത് അതിൻ്റെ ഇമോഷൻ സാധനം ഒന്നും അത് വർക്കൗട്ടായിട്ടില്ല, വെറുതെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ സൈനുദ്ദീൻ, നമ്മുടെ സൈനുദ്ദീൻ്റെ മോൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. നസീർ സംക്രാന്തി, രഞ്ജി കങ്കൽ, വിഷ്ണു അഗസ്ത്യ വേറെ കോമഡി പീസ്. എന്തിനാണോ വിഷ്ണു അഗസ്ത്യ നല്ല അടിപൊളി കാലിബറുള്ള ഒരു ആക്ടറാണ്. ഈ റോളൊക്കെ എന്തിനു കയറി തലവയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആകെ മൊത്തത്തിൽ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മോശം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ ഈ നല്ല കഥയിൽ ഒരു ഗ്രോത്ത് ഇല്ലാതെ നീങ്ങാതെ ഇഴഞ്ഞ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് വലിഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കുറേ സീനുകളൊക്കെ തിയേറ്ററിൽ കൊള്ളാം, സൗണ്ടൊക്കെ നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല വിഷ്വലി അടിപൊളിയാണ്, നൈറ്റ് ഷോട്ട്സ്, വില്ലന്മാരൊക്കെ കൊള്ളാം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാമെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പുതുമയോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. സ്ഥിരം വരുന്ന അതേ ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡിയോ അത്രയ്ക്ക് അങ്ങോട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ചില സാധനങ്ങൾ ചിരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാത്യൂസിൻ്റെയും കുറച്ച് കാര്യങ്ങൾ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടറിനൊന്നും പ്രോപ്പർലി എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. അവന്മാർക്ക് എന്താണ് ജോലിയോ, ഒരാൾക്ക് ജോലിയുണ്ട്, പക്ഷേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ വെള്ളം അടിച്ച് ഹാൻഡ്സും വെച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ലോഡ് നാട്ടുകാർ കാണിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ. ഈ രാത്രിയൊക്കെ സംഭവം നടന്നിട്ട് ബാക്കി എല്ലാവരും അടുക്കളയിൽ കയറി ഒളിച്ചിരിക്കും. നാട്ടുകാരെയൊന്നും പിന്നെ കാണൂല, അവന്മാർ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, ഈ ഒരു യൂണിവേഴ്സിൽ. അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് CG ഒക്കെ കിടുവാണ്. ഒരു കത്തുന്ന ഒരു സീനുണ്ട്, നന്നായിട്ട് എടുത്തിരിക്കുന്നത്, നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. അവരുടെ സിനിമാറ്റോഗ്രഫിയും അത് ആ സൈഡൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ട് ഒരു ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാമെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ വേറെ ഇതിൽ പറയാനാണെങ്കിൽ മ്യൂസിക് അടിപൊളിയായിരുന്നു കേട്ടോ. മ്യൂസിക് യക്സൻ ഗ്യാരി പെരേര, നേഹ എസ് നായർ, വെട്ടിക്കെട്ട സാധനമായിരുന്നു, കിണ്ണൻ. നമുക്കിപ്പോൾ തെലുങ്ക് ഇതുപോലെ ഒരു ഫോക്ലോർ സിനിമകളൊക്കെ ആസ്പദമാക്കിയിട്ടൊക്കെ ഗ്രാമത്തിൽ പച്ച സിനിമ വരുന്നു, അതിലൊക്കെ കൊടുക്കുന്ന മംഗളവനത്തിലൊക്കെ കൊടുക്കുന്ന സ്കോറില്ലേ, ഏകദേശം അതുപോലത്തെ സാധനമുള്ള സാധനങ്ങൾ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തറിയാൻ പറ്റും നല്ല മ്യൂസിക് ആണല്ലോ എന്നുള്ള ഒരിത്. അതൊക്കെ കൊള്ളാം. അത് ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെ. ഈ തുടക്കത്തിൽ കുറച്ച് നേരം ഈ ഒരു ഡള്ളായിട്ടിരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വിഷ്വലി നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സ്ക്രീൻ പ്ലേയിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലൊരു ഹൊറർ പടമായിട്ട്, നമുക്ക് ഹൊററെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, എന്നിരുന്നാൽ പോലും ഭയം വരുന്ന സംഭവങ്ങൾ ആക്കി വിടാമായിരുന്നു എന്നായിരുന്നു എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. ചിലർക്ക് ചിലപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം സുമതി വളമൊക്കെ വന്ന സമയത്ത് എനിക്കൊന്നും അത്ര പിടിച്ച പടമൊന്നുമില്ല, പക്ഷേ കുറേ പേർക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഉള്ളവർക്കൊക്കെ ഈ പടം തീർച്ചയായിട്ടും വർക്കൗട്ട് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.